ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിപ്ന വ്ളോഗ്സ്. അതെ ഗായ്സ്, അപ്പോൾ നമ്മളൊന്ന് ലക്ഷദ്വീപിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഷോർട്സ് റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഗായ്സ്, നമ്മളിപ്പോൾ ലക്ഷദ്വീപിലാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ നമ്മൾ പാർട്ട് 1 വീഡിയോ ഓൾറെഡി ഇട്ടായി. നമ്മൾ വന്നിറങ്ങിയത് ഫ്ലൈറ്റിൽ വരുന്നത്, നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുന്നത് 1 ഡേ മൊത്തം, ഫസ്റ്റ് ഡേ മൊത്തം നമ്മൾ ഇട്ടിരിക്കണേ. സോ പാർട്ട് 1 കാണാത്തൊരു പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2ലേക്ക് വരും, എന്നാലും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാത്തൊരു വേഗം ചെയ്ത് പോകുന്നോളി, ഇനി ലാസ്റ്റിലേക്ക് മറക്കണ്ടല്ലോ. അപ്പോൾ ഗായ്സ്, അതേ ഗായ്സ്, നമുക്ക് എന്താ പറയുക, നമ്മുടെ അവിടുത്തെ സെക്കൻഡ് ഡേ ആണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് നല്ല കിലാഞ്ചി പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് മറ്റേ അരിപ്പത്തിരി ഇല്ല നമ്മുടെ നാട്ടിൽ, അങ്ങനത്തെ പോലെ ഒരു പത്തിരിയും പിന്നെ പായൊക്കെ വെട്ടിയിട്ടിട്ട് ഒരു തേങ്ങാപ്പാലൊക്കെ ഉള്ളൊരു പാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കിലാഞ്ചി എന്നിട്ട് പേര്, അവിടുത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ ഒരു കാറുണ്ട്, ഒരു സ്ഥലമൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച കാറ്. ആ കാർ എടുത്തിട്ട് നമ്മളെ നേരെ അന്താൻ ബീച്ചിലിറക്കി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സെക്കൻഡ് ഡേ നേരെ വന്ന് കടലിൽ ചാടിയപ്പോൾ വെള്ളം കുടിച്ചോ, അല്ലോ ഫുള്ള് പ്രശ്നമായി. കട്ടൻ്റെ കട്ടuപ്പ്, അമ്മാരി കട്ടuപ്പ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, നല്ല കട്ട ഉപ്പേനും. അപ്പോൾ നല്ല പൂയിട്ട് നല്ല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂവിൻ്റെ കളറും പിന്നെ കടലിൻ്റെ കളറൊക്കെ കിട്ടും. ഉപ്പ് വല്ലാത്തൊരു ഉപ്പേനും കിട്ടും. പിന്നെ ഞാൻ ഫുള്ള് കിടന്നുറങ്ങി, എമ്മാതിരി വെയിലേനു. കടലിൽ നീന്താ ഇങ്ങോട്ട് വരാം. എന്നിട്ട് കുറേ മണ്ണ് കളിച്ചിട്ട് നമ്മൾ നേരെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. എൻ്റെ കാക്കനാട്ടണം എനിക്ക്, അങ്ങനെയല്ല എല്ലാവരും ഇങ്ങനെ ഊഞ്ഞാലേക്ക് ആടിയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കാരനത് ആട്ടി കൊടുക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളെ സെക്കൻഡ് ഡേ എങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഇനി നമ്മളെ ലക്ഷദ്വീപിൽ വന്നാൽ ഏറ്റവും മസ്റ്റ് ചെയ്യേണ്ട കാര്യം സ്കൂബ ഡൈവിങ്. നമ്മളെ ലൈഫിൽ ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യണ്ടാവും. ഇതില്ലേ, സ്കൂബ ഡൈവിങ് പോയാൽ നമ്മളൊരു വേറെ ലോകത്ത് പോയ മാതിരിയാണ്. ഈ ലോകമല്ല, ആ കടലിൻ്റെ അടിയിൽ നമുക്ക് അപ്പം മനസ്സിലാവും. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഓഷ്യൻ്റെ കടലിൻ്റെ സെൻറ്ററിലെത്തിയാലാണ് നമ്മൾ ഈ സ്കൂബ ഡൈവിങ് ചെയ്ത് കഴിഞ്ഞ പാടിൽ നമ്മളെന്താക്കി, 8 ബന്ത് പറഞ്ഞൊരു ചോറുണ്ട്, 8 ബന്ത് എന്നാട്ട് പേര്. അത് നമ്മുടെ നാട്ടിൽ ഇറച്ചി ചോറൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് ദിവസമായി. ആ ദിവസം കഴിഞ്ഞ് പിന്നെ സ്കൂബ ഡൈവിൻ്റെ വീഡിയോ നമ്മൾ ലാസ്റ്റിലേക്ക് ഇട്ടിക്കണം കേട്ടോ. ലാസ്റ്റ് വരെ വീഡിയോ കണ്ടാലും സ്കൂബ ഡൈവിൻ്റെ വീഡിയോ ഉണ്ട് ലാസ്റ്റ് വരെ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ 3rd ദിവസമാണ്, ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ കുറച്ച് പർച്ചേസിന് ഇറങ്ങി. എന്ന് വെച്ചാൽ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇല്ലേ, മാസ്, അച്ചാർ, പിന്നെ മറ്റേ ശർക്കര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടിരുന്നു. നാട്ടിലേക്ക് ദീപുണ്ട മെയിൻ സാധനം, അതൊക്കെ പർച്ചേസ് ചെയ്യാണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലെത്തി. നല്ല പരിപ്പ് കറി, മുളകിട്ട കറി, നല്ല മീൻ പൊരിച്ച, ഉപ്പേരും പപ്പടും ചോറൊക്കെ ആയിട്ട് നല്ല ഒരു ലഞ്ച് കഴിച്ച്. നല്ല ഫുഡിന് കേട്ടോ, കാര്യമായിട്ട് നല്ല ഫുഡിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താക്കി, ഗ്ലാസ് ബോട്ടിൽ വന്നു. എന്ന് വെച്ചാൽ കുറേ റെസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മൾ 2:30 ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 4:30-5 മണിയൊക്കെ ഇറങ്ങുമ്പോൾ ഗ്ലാസ് ബോട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഗ്ലാസ്സിലൂടെ നമുക്ക് കടലിൻ്റെ അടി കാണാം. വലിയ വലിയ ആമകളൊക്കെ കണ്ടിട്ടുണ്ട്, എമ്മാതിരി വലിയ ആമ ഗൈസ്, നല്ല വലിയ ആമ. ഗ്ലാസ് ബോട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നു കിട്ടും. പിന്നെ നമ്മൾ നല്ല വലിയ വലിയ ആമനൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്ലിയറുള്ള വെള്ളം കേട്ടോ ഓഷ്യൻ്റെ അടിയിൽ. പിന്നെ ഗൈസ് കണ്ടില്ലേ, വലിയ ആമല്ല, ഈ എമ്മാതിരി വലുതാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര വലിയ ആമനെ കണ്ടത്. പിന്നെ ഈ ഗ്ലാസ് ബോട്ടിന് പ്രത്യേക വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കുക ആ ഗ്ലാസ് ബോട്ട് പോയി കടലൊക്കെ ഒന്ന് ചുറ്റി വന്നിട്ട് തിരിച്ചു വരുന്നത്, അങ്ങനെയല്ല. ഗ്ലാസ് ബോട്ടിലൂടെ നമ്മൾ നേരെ പോവുക. കൽപ്പറ്റി ദ്വീപ് പറഞ്ഞൊരു ദ്വീപുണ്ട്, കൽപ്പറ്റി ദ്വീപിലേക്കാണ് പോയിട്ട്. അവിടെ പറയുമ്പോൾ മനുഷ്യന്മാരില്ല, ആൾക്കാരില്ല, പിന്നെ ഒരു വീടില്ല, ഒരു ജീവനുള്ള ഒരു മൃഗം പോലില്ല, ഒരു തണൽ പോലും ഇല്ല എന്നാണ്, ഒരു ഷാഡോ മീൻസ് ഒരു ഷീറ്റ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. തീരെ ആൾത്താമസമില്ലാത്ത ദ്വീപാണ് കൽപ്പറ്റി ദ്വീപ്. അവിടെയുള്ള ആൾക്കാരാകെ വെച്ചാൽ നമ്മളീ വിസിറ്റേഴ്സാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ലക്ഷദ്വീപ് കാണുന്ന ആ ദ്വീപൊക്കെ കാണാവുന്ന ആൾക്കാർ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, വിസിറ്റേഴ്സ്. പിന്നെ ഒരു കുട്ടികളും ഇല്ല കേട്ടോ അവിടെ.
ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ കൽപ്പെട്ടി ദ്വീപ് ഏകദേശം കൽപ്പെട്ടി ദ്വീപെത്താൻ നമ്മൾ കുറേ കാര്യങ്ങൾ ആ ഡ്രൈവറിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളോട്. അപ്പോൾ ആൾ പറയുന്നത് ഇവിടെ കുറേ എന്താ പറയുക കുറേ 2-3 ആൾക്കാർ മരിച്ചിരിക്കുന്നു ഈ കടലിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഡോക്ടർ ഒക്കെ മരിച്ചിരിക്കുന്നു. എന്നിട്ട് ബോഡി കിട്ടിയതാന്നൊക്കെ ബോഡി കുറേ കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് അത് കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ കടലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോളി. എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ബോട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് സ്കൂബ ഡൈവിങ് കഴിഞ്ഞല്ലോ ഓൾറെഡി. പക്ഷേ സ്കൂബ ഡൈവിങ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ലാസ്റ്റിലേക്ക് ഉണ്ട്. അതെന്തായാലും നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. നമ്മളൊക്കെ ഏകദേശം എത്തിയിട്ടോ. നമ്മൾ ജാക്കറ്റ് കൂരിയൊക്കെയാണ് നമ്മൾ ഏകദേശം കൽപ്പെട്ടി ദ്വീപ് എത്തി. അതാണ് ഗൈസ് കൽപ്പെട്ടി ദ്വീപിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് കൽപ്പെട്ടി ദ്വീപ് ഫുള്ള് മരമാണ്. അതിൻ്റെ ഉള്ളിൽ പോയാൽ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതാണ് കാഴ്ച. ഫുള്ള് ചുറ്റിലും കാട്, നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ഫുള്ളും ചുറ്റിലും കാടാണ്. ദൃശ്യം നോക്കി ഫുള്ളും കാടാണ് ചുറ്റും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയുക നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അല്ലെ പച്ചപ്പുല്ലൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നടന്ന് പോയാൽ നല്ലൊരു കടൽ കാണാം. ഒരു ബീച്ച് സെറ്റപ്പൊക്കെ ആയിട്ട് നല്ലൊരു കടൽ കാണാം. നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിരുന്നു. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ നേരെ ലക്ഷദ്വീപ് ഇവിടെ എത്തി. മൊളോഗ ബീച്ച് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്തിയിട്ട് നല്ല ചായ കുടിക്കാമെന്ന്. ഉണ്ണിക്കുട്ടൻ്റെ ചായക്കട എന്നാണ് ചായക്കടൻ്റെ പേര്. നല്ല ചായയും കടിയും ശരിയായ ചായയും കടിയും കുടിക്കാമെന്ന്. നല്ല സമൂസ, കട്ട്ലേറ്റ്, ലൈം, ചായ, ഹോർലിക്സ്, ബൂസ്റ്റ് നല്ല കഴിച്ചിട്ട് ക്യാമറയിൽ വെള്ളം കയറി കിട്ടും. അതിനെക്കൊണ്ടാട്ടോ ആ ക്യാമറ വലിയൊരിതില്ലാത്ത. അതിൻ്റെ പാടെ നമ്മൾ തിരിച്ച റൂമിലേക്ക് എത്തി. നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റൂമിലെത്തിയപ്പോൾ നമ്മളങ്ങനെ വീട്ടിലൊക്കെ എത്തി നല്ല ഒരു ഉറക്കം പാസ്സാക്കി. രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് രാവിലെ നീച്ച് നല്ല അരിദോശ ഇല്ല അതും നല്ല മീൻകറി ഉണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻകറിയും നല്ല മീൻകറിയും ദോശയും ഒക്കെ കഴിച്ച്. ഗൈസ് വി ആർ സാഡ് ടു സേ ദാറ്റ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ലക്ഷദ്വീപ് ലാസ്റ്റ് ദിവസമുണ്ടായി. നല്ല മനോഹരമായ ഓർമ്മകൾ തന്ന ലക്ഷദ്വീപത്തെ ആൾക്കാർക്കും ലക്ഷദ്വീപത്തെ കാഴ്ചകൾക്കും നന്ദി. നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് നല്ല മീനായിരുന്നു. അടിപൊളി മീനായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു 9 o'clock ആകുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറക്കിയിട്ട് 10:45 ഫ്ലൈറ്റ്. നമ്മൾ അഗത്തി എയർപോർട്ട് വളരെ ചെറിയ എയർപോർട്ടാട്ടോ. നമ്മൾ കുറേ റെസിൻ്റെ ഐറ്റംസ് കണ്ട് ലക്ഷദ്വീപിൽ നിന്ന് എഴുതിയത്. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. നമ്മൾ വിശന്നിട്ട് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങി, മുട്ടായൊക്കെ കുറച്ച് വാങ്ങി. ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ഫ്ലൈറ്റിന് ടൈം ആവാൻ. ഒരു ചെക്കിങ്ങും ബാഗിൻ്റെ ലഗേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ സാധാ എയർപോർട്ടിൽ ബസ്സൊന്നും വരില്ല. ആകെ കുറച്ച് 2 നടക്കാനുള്ള ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട്. നമ്മൾ ഗൈസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ചെറിയ ഫ്ലൈറ്റാണ്. എലിയൻസ് എയർ എന്നാണ് ഫ്ലൈറ്റിൻ്റെ പേര്. കൂടുതലായി ഫ്ലൈറ്റ് കണ്ട് ലക്ഷദ്വീപ് ടു കൊച്ചിയാണ് ഫ്ലൈറ്റ്. അങ്ങനെ വളരെ ചെറിയ ഫ്ലൈറ്റാണ്. ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഫ്ലൈറ്റാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വെറും 2 മണിക്കൂറുള്ളൂ കേട്ടോ നമ്മളെ കൊച്ചിയിൽ നിന്ന് ഒരു 2 മണിക്കൂറുള്ളൂ ലക്ഷദ്വീപിലേക്ക്. നമ്മളിങ്ങനെ ഫ്ലൈറ്റ് കയറി. ചെറിയ ഫ്ലൈറ്റായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറി ഗൈസ് നമ്മൾ ലാസ്റ്റിലേക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ വീഡിയോ ഉണ്ട് പറഞ്ഞു. അത് ഗൈസ് സ്കൂബ ഡൈവിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോളി. എന്ത് മനോഹരമായൊരു ലോകമാണ് അറിയോ ആ കടലിൻ്റെ അടിയിൽ. ലൈഫിൽ നിങ്ങൾ എഴുതി വെച്ചോളി. 1 ടൈം എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ പറ്റും. അത്രക്കും സൂപ്പർ. സൂപ്പർ ശരിയായ സാധനം. ഫുള്ള് മീനിൻ്റെ ഇടയിൽ കൂടെ മീനൊക്കെ പിടിച്ച് തിന്നാൻ തോന്നും. അമ്മാരി എന്ത് രസമാണ് മീനൊക്കെ. നല്ല പവിയപ്പൊറ്റകളുടെ ഇടയിലൂടെയാണ് ഞാൻ പോകുന്നത്. നമുക്കിത് എനിക്ക് നീന്താൻ പക്ഷെ നീന്താൻ അറിയേണ്ട കാര്യമില്ല ഈ ഒരു ആക്ടിവിറ്റി. നോൺ സ്വിമ്മിങ് ആക്ടിവിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആ ബ്ലാക്കും ആളില്ല. ആ ഒരു അസിസ്റ്റൻ്റാണ് നമ്മളങ്ങനെ ഓരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നേരത്തെ ഞാനാ ചെയ്തപ്പോൾ ഓഫീസ് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളോട് നോൺ സ്വിമ്മിങ് ആക്ടിവിറ്റീസാണ്. സ്വിമ്മിങ് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ കാഴ്ചകൾ കാണിച്ചിട്ട് എന്ത് മനോഹരമാണ്. എന്ത് സൂപ്പർ. വേറെ തന്നെ ഒരു ലോകം കേട്ടോ അടിയിൽ.
അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓഫീസ്. അതിൻ്റെ ശേഷം എൻ്റെ അമ്മ വന്നിരിക്കണം കേട്ടോ. എൻ്റെ അമ്മ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ആ ഫ്രെയിം കണ്ടില്ല, എൻ്റെ അമ്മ സ്വന്തമായിട്ട് റെസിനിൽ ചെയ്താണ്. ലക്ഷദ്വീപിൽ പോയപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഉപ്പൻ്റെ വെഡിങ് ആനിവേഴ്സറി 23rd 23ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അമ്മ എൻ്റെ അപ്പക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക റെസിനാട്ടോട് ഉണ്ടാക്കി. അപ്പോൾ അമ്മ റെസിൻ ആർട്ടിസ്റ്റാണ്, റെസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി എൻ്റെ അമ്മ എന്ത് വൃത്തിക്കാണ് വീഡിയോ എടുത്ത് നോക്കി. നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് താഴത്ത് കടലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മീനിൻ്റെ ഇടയിൽ കൂടെ ഫ്രെയിം കാണാൻ നല്ല രസമില്ലേ. ഓഷ്യൻ തീമാണ് കേട്ടോ ആ ഫ്രെയിം. അപ്പോൾ കഴിച്ച് ആ ഫ്രെയിം ഇഷ്ടമായിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ലക്ഷദ്വീപിനെ എന്താ പറയുക ലക്ഷദ്വീപിന് പോകണമെന്ന് ആഗ്രഹമുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒപ്പം ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ചെയ്യണമൊക്കെ ഗൈസ്. ലക്ഷദ്വീപിൽ പോകണവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമ്മളൊരു 2 നമ്പർ തരാം, അതിലേക്ക് വിളിച്ചു നോക്കിയാൽ ഒരു ഫുള്ള് കാര്യങ്ങളും നിങ്ങളത് ചെയ്ത് ഫുൾ സെറ്റപ്പാക്കി തരും കേട്ടോ. നിങ്ങളെ ഫുൾ അടിപൊളി നിങ്ങളുടെ ട്രിപ്പ് മനോഹരം സൂപ്പറാക്കി തരും. എൻ്റെ ഒപ്പൊക്കെ ചെയ്യുന്നതൊക്കെ മെയിനായിട്ട് ഗൈസ് നിങ്ങൾക്ക് വിചാരം എന്താണ് ശ്വാസം കിട്ടൂല അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല, സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഈ ലക്ഷദ്വീപത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.